അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നമ്മൾ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം സാഹിത്യോത്സവമാണ്. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് സാഹിത്യോത്സവങ്ങൾ ഫാമിലിയിൽ നിന്ന് തുടങ്ങി യൂണിറ്റ് കഴിഞ്ഞ് ഏകദേശം സെക്ടറുകളും ഡിവിഷനുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഡിവിഷൻ സാഹിത്യോത്സവങ്ങൾ നടക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സാഹിത്യോത്സവ് എൻ്റെ ജീവിതത്തിൽ വരുത്തിയ പങ്ക് വലിയ അളവിലാണ്. ഒരിക്കലും സാഹിത്യോത്സവിനെയും SSF എന്ന സംഘടനയെയും മാറ്റി നിർത്തി എൻ്റെ കലാജീവിതത്തിൽ എനിക്കൊരു വഴിയും ഇല്ല എന്ന് തന്നെ പറയാം. സാഹിത്യോത്സവമാണ് ഇത്തരത്തിലുള്ള ഒരു മേഖലകളിൽ നമ്മളെയൊക്കെ എത്തിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ഹോൾഡറാണ്. അതും സാഹിത്യോത്സവ വഴി നമുക്ക് കിട്ടിയ ആ ഒരു ധൈര്യവും ആ ഒരു അവസരവും ലഭിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനാൽ തന്നെ ഇപ്പോഴുള്ള കുട്ടികൾ, ഒരുപാട് നല്ല പ്രതിഭകൾ സാഹിത്യോത്സവ വഴി വളർന്നു വരേണ്ടവരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. നിങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ സംഘടനയുമായും സാഹിത്യോത്സവവുമായും ബന്ധപ്പെടുത്തി അവരുടെ കഴിവുകൾ ധാർമ്മികപരമായ രീതിയിൽ വളർത്താൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം. എല്ലാവർക്കും അവരുടേതായ കഴിവുകളും കലകളും സർഗവാസനകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ എങ്ങനെ ധാർമ്മികപരമായിട്ട് വിനിയോഗിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് SSF സാഹിത്യോത്സവ വഴി നമുക്ക് കാണിച്ചു തരുന്നത്. സാഹിത്യോത്സവം ഇന്ന് ഫാമിലിയും യൂണിറ്റും സെക്ടറും ഡിവിഷനും ജില്ലയും കേരള സംസ്ഥാനവും കഴിഞ്ഞ് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ പടർന്നു പന്തലിച്ച ഒരു വലിയ കലാമേളയാണ് സാഹിത്യോത്സവം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സാഹിത്യോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്, നാഷണൽ സാഹിത്യോത്സവമായിട്ട്. അതിനാൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് മികച്ച അവസരങ്ങളാണ് സാഹിത്യോത്സവ വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാം എല്ലാവരും നമ്മുടെ വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള ധാർമ്മികപരമായ രീതിയിൽ സാഹിത്യോത്സവത്തിലേക്ക് എത്തിക്കണമെന്ന് മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട്, ഇനി സാഹിത്യോത്സവ് മത്സരിച്ച ഒരുപാട് പ്രതിഭകൾ നമുക്ക് മുമ്പിലുണ്ട്. എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, പ്രത്യേകിച്ച് ഇന്നും ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട്, ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. സാഹിത്യോത്സവം എടുക്കുകയാണ്, മാപ്പിളപ്പാട്ടിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ മദ്ഹ് ഗാനത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഏത് പാട്ടാണ് ഞാൻ പാടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് മൊത്തമായിട്ടൊരു വീഡിയോ ചെയ്താൽ, അല്ലെങ്കിൽ ഭാവിയിൽ നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. കൂടുതൽ ആമുഖങ്ങളൊന്നും പറയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് സാഹിത്യോത്സവിൽ ഒരു പ്രധാന മത്സര ഇനമാണ് മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ട് നമുക്കറിയാം, തനതായ കേരളത്തിൻ്റെ ഒരു പൈതൃക സമ്പത്താണ് മാപ്പിളപ്പാട്ട്. കേരളത്തിലെ മാപ്പിളകൾക്കിടയിൽ അഥവാ മലബാർ സമൂഹത്തിനിടയിൽ വളർന്നു വന്ന ഒരു കലാരൂപമാണ് മാപ്പിളപ്പാട്ട്. നമുക്ക് സാഹിത്യോത്സവത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ കുട്ടികളുടെയൊക്കെ ഒരു വിഷയം നല്ല മാപ്പിളപ്പാട്ട് തിരഞ്ഞെടുക്കുന്നതിലുള്ള വിഷയമാണ്. മാപ്പിളപ്പാട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് തനതായിട്ടുള്ള മാപ്പിളപ്പാട്ട് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട കലാകാരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നല്ല പാട്ടുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. അതൊക്കെ നിങ്ങൾ സെക്ടറുകളിൽ നിന്നും വിജയിച്ചു വന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പറയേണ്ടതില്ല നിങ്ങളോട്. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സലീക്കത്ത് പടപ്പാട്ട് പോലത്തെ സാഹിത്യോത്സവിൽ അനുവദനീയമല്ലാത്ത പടപ്പാട്ടുകൾ ചിലർ പാടിക്കേൾക്കാറുണ്ട്. നല്ല രീതിയിൽ അവതരിപ്പിക്കും, നല്ല അടിപൊളിയായിട്ട് അവർ അവതരിപ്പിക്കും കുട്ടികൾ. പക്ഷേ റിസൾട്ടിൽ സാഹിത്യോത്സവിൻ്റെ ആ ഒരു അടിസ്ഥാന നിയമത്തിന് എതിരായതുകൊണ്ട് നമുക്ക് വിധി മറ്റൊന്നായിട്ടാണ് വരിക. അത്തരത്തിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പാടുന്ന പാട്ട് അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് കറക്റ്റായിട്ട് ഒരു ഗുരുനാഥനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് ഏറ്റവും നിങ്ങൾ മാപ്പിളപ്പാട്ടിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അടിസ്ഥാനം കറക്റ്റായിരിക്കണം. അല്ലെങ്കിൽ അതുമായിട്ടൊരു ബന്ധമില്ലാത്ത പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ നമ്മളെ റിസൾട്ടിനെ അത് ബാധിക്കും. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രചയിതാക്കൾ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാട്ടിൻ്റെ രചന നിർവഹിച്ചത് ആരാണെന്നും ആ രചയിതാവ് നമുക്ക് യോജിച്ച മാപ്പിളപ്പാട്ടുകൾ എഴുതുന്ന ആളാണോ എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റായിട്ട്
മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ പാട്ട് എന്താക്കാവും, തിരഞ്ഞെടുക്കാവും. ഇതാണ് മാപ്പിളപ്പാട്ടിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കൂടുതലായിട്ട് മാപ്പിളപ്പാട്ടിൻ്റെ നിയമങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പല്ലവി, അനുപല്ലവി, കമ്പി, വാൽമക്കമ്പി, അതുപോലുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം നിങ്ങളൊക്കെ പ്രതിഭകളാണ്, ഇത് കേൾക്കുന്ന ആളുകൾ. ഏകദേശം സാഹിത്യോത്സവിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്ന ആളുകളാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത മാപ്പിളപ്പാട്ട് നമ്മുടെ നിയമാവലിയുമായിട്ട്, നമ്മുടെ മാപ്പിളപ്പാട്ട് അടിസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇനി നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ്റെ കുട്ടി തിരഞ്ഞെടുത്ത പാട്ട് ഈ പറഞ്ഞ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണോ. അപ്പോൾ സാഹിത്യോത്സവത്തിൻ്റെ നിയമാവലിയുണ്ട്. സംഘടന അത് വളരെ കറക്റ്റായിട്ട് വളരെ ചിട്ടയോടുകൂടെ നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ അതിന് നിയമാവലിയുണ്ട്. ആ നിയമത്തിൽ ഊന്നിയ പാട്ടാണോ ഞാൻ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ എൻ്റെ കുട്ടി തിരഞ്ഞെടുത്തത് എന്ന് വളരെ ശ്രദ്ധിക്കണം. അത്രേ ഞാൻ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യത്തിൽ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ മറുപടി നൽകും. ഇനി നമ്മൾ അടുത്തതായിട്ട് മദ്ഹ് ഗാനത്തെക്കുറിച്ചാണ്. മദ്ഹ് ഗാനത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, താബീങ്ങൾ, സ്വഹാബികൾ, ഇത്തരത്തിലുള്ള മഹാന്മാരെക്കുറിച്ചുള്ള വർണ്ണനകളാണ് നമ്മൾ മദ്ഹ് ഗാനത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അവരോടുള്ള നമ്മൾ അഭിലാഷങ്ങളൊന്നും മദ്ഹ് ഗാന മത്സരത്തിൽ നമ്മൾ പാടാൻ പാടില്ല. ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു പാട്ട് പാടാം. കരളിൻ്റെ മോഹം വിരിയുന്നതെന്നാ കൽബാശ പൂക്കും സവിശേഷങ്ങളേതാ, ആറ്റൽ റസൂലിൻ്റെ റൗള ഷരീഫൊന്ന് കാണുന്നതെന്നാണ്, റൗള കാണുന്നതെന്നാണ്. ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടായതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത്. പക്ഷേ ഈ പാട്ട് മത്സരത്തിൽ നമുക്ക് പാടാൻ പറ്റില്ല. കാരണം ഇതിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ അഭിലാഷങ്ങൾ, ഞാൻ എന്ന് കാണും, ആ റൗളയിൽ എന്ന് എത്തിച്ചേരുന്നൊക്കെയുള്ള അഭിലാഷങ്ങൾ മാത്രം പറയുന്നൊരു പാട്ടായതുകൊണ്ട് ഈ പാട്ട് പാടാൻ പാടില്ല. അതേ സമയം നമുക്ക് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന പാട്ടുകളാണ് മദ്ഹ് ഗാനത്തിൽ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെ കുട്ടികൾ മത്സരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത പാട്ട് ഇത്തരത്തിലുള്ള വർണ്ണനയാണോ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം വിലയിരുത്തണം. അടുത്തതായിട്ട് കവിതകൾ, ഒരുപാട് കവിതകൾ മത്സരമുണ്ട്. ഉറുദു കവിത, മലയാളം കവിത, അത്തരത്തിലുള്ള കവിതാ മത്സരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഫീലിങ്ങിൽ, ആ ഒരു എന്താ പറയുക, കവിതയോട് നീതി പുലർത്തുന്ന രീതിയിലായിരിക്കണം കവിത ആലാപനം. കേവലം ഒരു പാട്ട് പാടുന്ന രീതിയിൽ കവിത പോയിട്ട് ആലപിച്ചിട്ട് നമുക്കൊരു കാര്യവും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, കവിതയുടെ അടിസ്ഥാനമായ അവതരണ രീതി, അതുമായി ബന്ധപ്പെട്ട ആളുകളായിട്ട് ചോദിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. പിന്നെ അതിൻ്റെ ആശയങ്ങൾ കറക്റ്റാണോ, മറ്റെന്തെങ്കിലും മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണോ ഈ കവിതയിലുള്ളത് എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അത്രമാത്രമേ ഞാൻ കവിതയുമായി ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ. ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ടത് സംഘഗാനം. അത് കാറ്റഗറി എ ഉണ്ട്, കാറ്റഗറി ബിയും ഉണ്ട്. കാറ്റഗറി എ എന്ന് പറഞ്ഞാൽ ഏകദേശം 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് മത്സരമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആളുകൾ മത്സരിക്കുന്ന സംഘഗാന മത്സരത്തിന് നമ്മൾ കാറ്റഗറി ബി എന്നും വേർതിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 വിഭാഗത്തിലായിട്ടാണ് സംഘഗാനം ഉള്ളത്. അപ്പോൾ സംഘഗാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മേളം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇപ്പോൾ 3 ആൾ പാടുകയാണെങ്കിൽ 3 ആളെ ശബ്ദവും ഒരേ രീതിയിൽ മേളിച്ചിരിക്കണം. അതുപോലെ തന്നെ ദഫ് മുട്ടുന്ന ഒരാൾ ദഫ് മുട്ടും. നല്ല രീതിയിൽ 3 ആളും പാടിക്കഴിഞ്ഞ് അവസാനം ദഫ് മുട്ടുന്ന ആൾ ആ താളം തെറ്റിച്ച് കഴിഞ്ഞാൽ അതും നിങ്ങളെ റിസൾട്ടിനെ ബാധിക്കും. ജഡ്ജസിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നല്ല ഗായകരായിരിക്കും, പക്ഷേ നിങ്ങളെ കൂടെ ആ താളം കറക്റ്റായില്ലെങ്കിൽ അത് വലിയ വിഷയമാണ്. അതാണ് സംഘഗാനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം. അടുത്തത് സൂഫി ഗീതം. സൂഫി ഗീതം നമുക്കറിയാം, വളരെ ഭയഭക്തിയോടുകൂടെ നാഥനിലേക്ക് മടങ്ങുന്ന, അല്ലെങ്കിൽ പടച്ചവനെക്കുറിച്ച് പറയുന്ന, സൂഫിയാക്കളുടെ അത്രയും അത്യുന്നതമായ രീതിയിൽ വർണ്ണിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു പുതിയ മത്സര രൂപമാണ് സൂഫി ഗീതം. സൂഫി ഗീതത്തിൽ നിങ്ങൾ പ്രധാനമായും ഒരു പറയുന്ന ആളുണ്ടാവും. ആ ഒരു വർണ്ണിക്കുന്ന ആൾ വളരെ ഭയഭക്തിയോടുകൂടെ ആ ഒരു സൂഫി ടച്ച് മുഖത്ത് എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ 2 ആളുകളാണ് ആ മത്സരത്തിൽ ഉണ്ടാവുക. 2 ആളുകളും പാടണം. ഒന്നിലധികം ഗാനങ്ങൾ ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ. അപ്പോൾ 2 ആളും
ഉള്ള മേളം, ഞാൻ നേരത്തെ സംഘാനത്തിൽ പറഞ്ഞ പോലെ തന്നെ മേളമാണ് മെയിനായിട്ട് ഉണ്ടാവേണ്ടത്. വളരെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അതിൽ പുതിയ രചനകൾ പാടില്ല എന്നതാണ്. പുതിയ, നമുക്കറിയാം പല വിഷയങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് പഴയ ഇച്ചമസ്ഥാനയൊക്കെ പോലെയുള്ള രചയിതാക്കൾ, സൂഫി വര്യർ ഉണ്ടാക്കി വെച്ച സൂഫി ചിന്തകളാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. നമുക്കറിയാം ഇത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അർത്ഥമൊന്നും മനസ്സിലാവില്ല. ഒരു ഉദാഹരണത്തിന്, താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിന് തഴുകിപ്പോ, ആ ഒരു അത്തരത്തിലുള്ളൊരു പാട്ടുണ്ട്, നമുക്കറിയാം, ഒക്കെ ഫേമസ് ആയിട്ട് പാട്ടാണ്. ആ പാട്ടിൽ നിങ്ങൾ തങ്കച്ചി പെണ്ണ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് അർത്ഥമൊന്നും മനസ്സിലാവില്ല. പക്ഷേ അതിന് ആ ഒരു ഇലാഹി സ്മരണകളുള്ള ഒരുപാട് അർത്ഥങ്ങൾ വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സംഘടന ഇത്തരത്തിലുള്ളൊരു കർത്തവ്യം ഏറ്റെടുത്തത് തന്നെ. അത്രമാത്രമേ ഞാൻ സൂഫി ഗീതത്തിനെ കുറിച്ച് പറയുന്നുള്ളൂ. അടുത്തതായിട്ട് കസീദ, നഷീദ, അതുപോലെ മാലപ്പാട്ടുകൾ, അതൊക്കെ ഗ്രൂപ്പ് ഐറ്റംസാണ്, ജനറൽ മത്സരങ്ങളാണ്. കസീദയിൽ 3 കസീദകൾ നമുക്ക് ഓൾറെഡി നിയമാവലിയിൽ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജഡ്ജസ് നിർദ്ദേശിക്കുന്ന കസീദയാണ് അവതരിപ്പിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള എല്ലാ കസീദകളും നമ്മൾ വളരെ ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. വെറുതെ ആ സമയത്ത് കയറി എന്തെങ്കിലും പാടിപ്പോരുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നിങ്ങളൊക്കെ നല്ല പാടാൻ കഴിവുള്ള പ്രതിഭകളായിരിക്കും, പക്ഷേ പഠിക്കാതെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അത് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെയുള്ളത് മാലപ്പാട്ട്. മാലപ്പാട്ട് ആ ഒരു തനത് ശൈലിയുള്ള രീതികൾ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ പറഞ്ഞാൽ പഴയ ആ ഒരു ഭയഭക്തിയുള്ള, നമുക്കറിയാം നമ്മളൊക്കെ വീട്ടിൽ പണ്ടേ വലിയുമ്മമാരും ഉമ്മമാരൊക്കെ പാടിപ്പോരുന്ന ആ ഒരു പഴയ രീതികൾ ഒരുപാടുണ്ട്. അത് തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ ഉത്തമം. അല്ലാതെ നമ്മൾ ഇപ്പോഴുള്ള ഭയങ്കര സ്പീഡുള്ള ആവേശം കൊള്ളിക്കുന്ന ട്യൂണുകളൊന്നും മാലപ്പാട്ടിൽ തിരഞ്ഞെടുക്കാത്തതാണ് നല്ലത്. പിന്നെയുള്ളത് നഷീദ. നഷീദയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുറം രാജ്യങ്ങളിലൊക്കെ നമ്മൾ, പ്രത്യേകിച്ച് അറബി രാജ്യങ്ങളിൽ നമ്മൾ നഷീദ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ്. ആ ഒരു നഷീദയുടെ ഒരു ശൈലി ഒരു അറബിക് ശൈലിയായിരിക്കണം. കേവലം ഒരു പാട്ട് പാടുന്നത് പോലെ അല്ലെങ്കിൽ അറബി ഗാനം പാടുന്നത് പോലെ പാടി പോകാൻ പാടില്ല നഷീദ. നഷീദ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു അറബിക് സ്റ്റൈൽ അതിൽ പൂർണ്ണമായിട്ടും വരണം. പിന്നെ നിങ്ങളെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകളായിട്ട് ചർച്ച ചെയ്ത് വേണം അവതരിപ്പിക്കാൻ. പിന്നുള്ളത് വിപ്ലവഗാനം. വിപ്ലവഗാനത്തിൻ്റെ സംഗീതം എന്ന് പറഞ്ഞാൽ വിപ്ലവത്തിലൂന്നിയ ഒരു സംഗീതമാണ്. നമ്മൾ കേവലം ഒരു മധുഗാനം പാടുന്നത് പോലെയോ സംഘഗാനം പാടുന്നത് പോലെ അല്ല വിപ്ലവഗാനം പാടേണ്ടത്. ആ വിപ്ലവഗാനം പാടിക്കഴിഞ്ഞാൽ ജനങ്ങളിൽ സംഘടനയോടുള്ള ആ ഒരു ആത്മവീര്യം ചോർന്നു പോവാത്ത, അല്ലെങ്കിൽ ആത്മവീര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അവതരണങ്ങളായിരിക്കണം വിപ്ലവഗാനത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അതിൽ ഏറ്റവും നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, വിപ്ലവഗാനത്തിൽ പുതിയ രചനകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാൻ ഈ പ്രാവശ്യം ഒരുപാട് സെക്ടറുകളിലും മറ്റൊക്കെ വിധി നിർണ്ണയിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നല്ല അവതരണ ശൈലിയൊക്കെ ഉള്ള കുട്ടികൾ, പക്ഷേ കഴിഞ്ഞ വർഷവും മുൻ വർഷങ്ങളിലൊക്കെ 1ാം സ്ഥാനം കിട്ടിയ പാട്ടുകൾ നേരെ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നൊരു രീതിയുണ്ട്. അത് മാറ്റണം. നമ്മൾ പുതിയ രചനകൾക്ക് മുൻഗണന നൽകണം എന്നാണ് വിപ്ലവഗാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊക്കെ ഗാനത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് മത്സരങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മത്സരങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ഒരു അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മത്സരിക്കുന്ന മത്സരം നിയമാവലിയുമായിട്ട് നീതി പുലർത്തുന്നതാണോ എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി എത്ര നന്നായി പാടിയിട്ടും കാര്യമില്ല, നിങ്ങൾ ആ ഒരു ബേസ് അടിസ്ഥാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മത്സരമൊക്കെ അവതാളത്തിലാകും. അല്ലാഹു തആല നല്ല രീതിയിൽ മത്സരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായിട്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വരാം.